എടോ അസിസ്റ്റന്റ്, എടോ സിനിമയിൽ അഭിനയിക്കാൻ ആളെ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ പത്രത്തിൽ പരസ്യം കൊടുത്തു. ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടോ? ഒത്തിരി പേര് ഒത്തിരി പേര് വന്നിട്ടുണ്ടല്ലേ? സമയം കളാതെ ഓരോരുത്തരെയായിട്ട് ഇങ്ങോട്ട് കടത്തിവിട്. സാർ അടുത്ത കയറ്റിവിടുന്ന ആളെ കണ്ടിരുന്നോ? സാർ ഒരു ഭാഗത്ത് നോക്കിയാൽ കറക്റ്റ് അമീർ ഖാൻ, ഒരു ഭാഗത്ത് നോക്കിയാൽ അമീർ ഖാൻ, മറുഭാഗത്ത് നോക്കിയാലേ കറക്റ്റ് സൽമാൻ ഖാൻ. ഒരു ഭാഗത്ത് അമീർ ഖാൻ, വേറൊരു ഭാഗത്ത് നോക്കുമ്പോ സൽമാൻ ഖാൻ. ഇവനെ ഈ ഭാഗത്തുനിന്നല്ലാതെ നമ്മൾ നേരെ നിന്ന് നോക്കുമ്പോ എങ്ങനെയുണ്ട്? നേരെ നോക്കുമ്പോഴേ ഒരു കാട്ടുമാക്കാനെ പോലെ. എന്നാലും കുഴപ്പമില്ല, അവസാനം ഒരു ഖാൻ വരുന്നുണ്ടല്ലോ. വരാൻ പറ. കടന്നല്ലേ എന്റെ അമ്മ പാണ്ടിലോറി പോലെ കടന്നല്ലടോ വയ്യ. അല്ല, സാറ് സിനിമേന്റെ ആളല്ലേ? സിനിമേന്റെ ആളാണ്. സാറ് സിനിമേന്റെ ആരാണ്? ഞാനാണ് സിനിമയുടെ ഡയറക്ടർ. അയ്യോ, അല്ല ഇനിയിപ്പോ മറ്റേ ആളെപ്പോഴാ വരിക? ആര്? സംവിധായകൻ. എടാ, സംവിധായകൻ തന്നെയാണ് ഡയറക്ടർ, രണ്ടും ഞാൻ തന്നെയാണ്. രണ്ടു സാറാണ്. ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ലേ എന്താ വന്നത്? ഞാൻ ഈ സിനിമയിൽ അനുഭവിക്കാൻ വേണ്ടി വന്നതാണ്. സിനിമയിൽ അനുഭവിക്കാനല്ല, സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി. ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞുതരാം. വളരെ സംഗീത പ്രാധാന്യമുള്ള ഒരു സിനിമയാണ് ഞാൻ എടുക്കുന്നത്. താങ്കൾക്ക് സംഗീതവുമായി വല്ല ബന്ധവുമുണ്ടോ? സംഗീതമായിട്ട് എനിക്ക് ഒരു ബന്ധമില്ല. അവൾ അന്യത്തെ ചെറിയൊരു കൺസൺ ഇടയ്ക്ക് മിസ് കോൾ അടിക്കും. പെണ്ണുങ്ങളെ കാര്യമല്ല, ശാസ്ത്രീയ സംഗീതം. ശാസ്ത്രീയ സംഗീതത്തിലാണ് എല്ലാ സംഭവം ഉണ്ടാവുക. ശാസ്ത്രീയ സംഗീതം അറിയാമോ? അങ്ങനെയാണെങ്കിൽ കല്യാണിയിൽ ഒരു രണ്ടുപേര് കീർത്തനം പാടും. കല്യാണി ഇപ്പൊ എന്റെ വീട്ടിന്റെ അടുത്തല്ല താമസം, വേറെ വീട്ടിലെ താമസം. എന്ത് പറഞ്ഞാലും പെണ്ണുങ്ങളെ കാര്യം. കല്യാണി എന്ന് പറയുന്നത് ഒരു രാഗമാണ്. അതറിയില്ലെങ്കിൽ കാമ്പോജിയിലാവട്ടെ. കേബേജിനൊക്കെ ഇപ്പൊ എന്താ വില? പച്ചക്കറി മാർക്കറ്റിൽ നിന്നാണോ? ആണോ? എന്തെങ്കിലും നിനക്ക് അറിയുന്ന രാഗത്തിൽ ഒരു രണ്ടുപേര് ശാസ്ത്രീയമായി കീർത്തനം പാടും. ശാസ്ത്രീയല്ലേ? പാടൂ. അടിപൊളിയാ, കേട്ടോളി. രാഗം ഇത് രാഗമല്ല, ഇതൊരു തരം രോഗമാണ്. സംഗീത ഉപകരണങ്ങൾ പരിചയമുണ്ടോ? അതിനെ കുറിച്ച് ചോദിക്കാം. താങ്കൾ തബല പഠിച്ചിട്ടുണ്ടോ? തവള പിടിക്കാറുണ്ടോ? തവള പിടുത്താണ് മെയിൻ. വയലിൻ. വയലിൻ തന്നെ പിടിക്കുക. തവളേനെ ഗിറ്റാർ കിട്ടാറുണ്ടോ? കണ്ടമാനം കിട്ടാറുണ്ട്. എന്റെ പൊന്നു സുഹൃത്ത്, ഓർഗൻ. ഒയ്യോ, ഓർമ്മ ഉണ്ടോ? ഇത് ഓർക്കാതിരിക്കുക. ഹാർമോണിയം. 6 മണിക്കാണ് പിടിക്കുക തവളേനെ. ഓർക്കസ്ട്ര. ഓട്ടോറിക്ഷയിലല്ലേ കൊണ്ടുപോവുക. നാട്ടിലുള്ള തവളപിടുത്തക്കാരൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ വന്നാൽ ഇതല്ല, ഇതിലപ്പുറവും സംഭവിക്കും. സിനിമയിൽ അഭിനയിക്കാന്ന് പറഞ്ഞാൽ നിസാര സംഭവം. ഇതിനു മുമ്പ് അഭിനയത്തിൽ വല്ല മുൻപരിചയം ഉണ്ടോ? എത്ര സിനിമയിൽ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ. ആര്? സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഏത് സിനിമ? മമ്മൂട്ടിന്റെ കൂടെ ഉണ്ട്. മെഗാസ്റ്റാർ മമ്മൂട്ടിന്റെ കൂടെ. അടിപൊളി. ഏത് സിനിമയിൽ അഭിനയിച്ചത്? മതിലുകൾ. മതിലുകൾ എന്ന് പറയുന്ന മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയ പടമാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയാണ്. അതിലൊരു മതിലാണ് പ്രധാന കഥാപാത്രം. അതിൽ ഏത് രംഗത്താണ് നിങ്ങളുള്ളത്? അതിൽ വലിയൊരു മതില്. വലിയൊരു മതിൽ. ഒരു ഭാഗത്ത് മമ്മൂട്ടി, അതെ. മറ്റേ ഭാഗത്ത് നിന്ന് മൂത്രമൊഴിക്കുന്നത് ആരാണ്? വലിയൊരു മതിലിന്റെ ഇപ്പുറം നിന്ന് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഫ്രെയിമിൽ കാണുമോ? മൂത്രമൊഴിക്കുന്ന ഫ്രെയിമിൽ കാണണല്ലേ? അതല്ല, ഇതല്ലാതെ സിനിമയിൽ നിന്നെ കണ്ടാൽ തിരിച്ചറിയുന്ന രീതിയിൽ വല്ല സിനിമയിൽ അഭിനയിച്ചു? സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ കൂടെ 3 സിനിമയിലുണ്ട്. ഒളിമ്പ്യൻ, അന്തോണി, ആദം. ഇതിൽ ഞാനുണ്ട്. ഏത് രംഗത്ത്? ഇതിൽ വലിയൊരു മോർച്ചറി. ഒരു മോർച്ചറി. മോഹൻലാൽ ഇങ്ങനെ കയറി വരുന്നു. പോലീസ് ഓഫീസറാണ് മോഹൻലാൽ. മോഹൻലാൽ ഇങ്ങനെ കയറി വരും. ഒരു 12 ശവപ്പെട്ടി വെച്ചില്ലേ? 12 ശവപ്പെട്ടികൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതിൽ 11ാമത്തെ പെട്ടിയിൽ ആരാണ്? ആരാണ്? ഞാനാണ്. നീയാണ്? എങ്ങനെ മനസ്സിലാവും? ഞാനൊരു വിരല് പുറത്തേക്കിട്ട് ഇങ്ങനെ അനക്കി കാണിക്കുന്നു. അത് ശരിയാണ്. ശവപ്പെട്ടിന്റെ ഉള്ളിൽ കയറി കിടന്നിട്ട് ഒരു വിരല് പുറത്തേക്കിട്ടത് കൊണ്ട് നീയാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. ഇതല്ലാതെ സിനിമാ രംഗത്തേക്ക് കടന്നു വരാൻ സവിശേഷമായി വല്ല കഴിവുകളും തനിക്കുണ്ടോ? വേറെയോ? വേറെ ഞാൻ സിനിമയിൽ കൊടുക്കൂ. എന്ത് കൊടുക്കും? നടന്മാർക്ക് കാശ് കൊടുക്കും. അല്ല, നടന്മാർക്ക് വേറെ ആൾക്കാർ ബാക്കിൽ നിന്ന് കൊടുക്കില്ല. വസ്ത്രങ്ങൾ കൊടുക്കും. അതല്ല, ബാക്കിൽ നിന്ന് ബാക്കിൽ നിന്ന് കൊടുക്കില്ല. ഡബ്ലിങ്. എന്ത്? ഡബ്ലിങ് കൊടുക്കില്ല വേറെ ആൾക്കാർ. ഡബ്ലിംഗ് അല്ല, ശബ്ദം കൊടുക്കുന്ന പറയുന്ന പേരാണ് ഡബ്ബിംഗ്. അത് കൊടുക്കൂ. മനസ്സിലായി? അപ്പൊ താങ്കൾ ശബ്ദം കൊടുത്ത സൂപ്പർ ഹിറ്റായ ഒരു മലയാള സിനിമയുടെ പേര് പറയൂ. മലയാളം ഒന്നല്ല, തമിഴും അല്ല, തെലുങ്കും അല്ല, ഹിന്ദി അല്ല, കന്നഡ. ഇതൊന്നല്ലാന്ന്. പിന്നെ ഇംഗ്ലീഷ്. ഇത് ഇംഗ്ലീഷാണ് മെയിൻ. അവാർഡ് കിട്ടി. ഏത് പടത്തിന്? ടൈറ്റാനിക്. ടൈറ്റാനിക് എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയിൽ നിങ്ങളുടെ ശബ്ദം ഞാനല്ലേ? ഏത് രംഗത്ത്? കപ്പൽ മുങ്ങിപ്പോണ സീനിൽ. അയ്യോ, അവസാനത്തെ വികാര നിർഭരമായ ആ സീനിൽ നിങ്ങളുടെ ശബ്ദം ഞാനാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ ഡയലോഗ് ഓർമ്മയുണ്ടോ? ഒന്ന് പറയൂ. ഇംഗ്ലീഷാണ്. പറഞ്ഞോളൂ. കപ്പൽ മുങ്ങിപ്പോണ സീനാണ്. പറഞ്ഞോളൂ. ഇത് കപ്പൽ വെള്ളത്തിന് മുങ്ങുന്ന സൗണ്ടാണ്. ഇതിൽ ഇംഗ്ലീഷ് എവിടെ? ഇത് ഹിന്ദിയിലായാലും ഇംഗ്ലീഷിലായാലും കപ്പൽ വെള്ളത്തിൽ കഴിഞ്ഞാൽ ഡബ്ബിംഗ് വേണ്ട. ഡബ്ബിംഗ് അല്ലാതെ വേറെ വല്ല കഴിവുണ്ടോ? വേറെയോ? കഥ. കഥ എഴുതും. നീ കഥ എഴുതും. ഒരു പുതിയ ബാലചന്ദ്രമേനോനാവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് വന്നതാണ്. എന്റെ പുതിയ സിനിമയ്ക്ക് പറ്റിയ വ്യത്യസ്തമായ ഒരു കഥ പറയൂ. കഥ ഭയങ്കര സംഭവമാണ്. പറഞ്ഞോളൂ. വലിയൊരു കാട്. ആദ്യത്തെ സീൻ നോക്കട്ടെ. വലിയൊരു കാട്. ഇതിനകത്ത് ചെറിയൊരു വനം. വലിയൊരു കാട്ടിൽ വനത്തിലെ സംഭവം. എന്ത് സംഭവം? വനത്തിലൊരു ഒറ്റ
ഒരൊറ്റ മരം. എടാ ഒരുപാട് മരങ്ങൾ കൂടുമ്പോഴാണ് ഒരു വനം. ഇതൊരൊറ്റ മരേ ഉള്ളൂ. ഒറ്റ മരം, വലിയൊരു മരം. ഈ വനത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ മരത്തിന്റെ മുകളിൽ നിന്ന് വലിയൊരു വാലിങ്ങനെ താഴോട്ട് നീണ്ടു. പറയണമെന്നില്ല, മനസ്സിലായി. ഈ വനത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ മരത്തിന്റെ മുകളിൽ ഒരു വാലിങ്ങനെ നീണ്ടുവരും. അപകടത്തിൽ പെടുന്ന മാൻ, മുയൽ തുടങ്ങിയ ചെറുജീവികളൊക്കെ രക്ഷിക്കും. ഇതാരോ കോപ്പി അടിച്ച കഥ. ആരും കോപ്പി അടിച്ചല്ല, ഞാനൊക്കെ ചെറുപ്പകാലം മുതൽ വായിക്കുന്നതാണ്. പൂമ്പാറ്റയിലെ കബീഷല്ലോ. പൂമ്പാറ്റല്ലേ കബീഷ്? എന്റെ കഥയിൽ ഇത് ലിബീഷാണ്. ഇവിടെ പൂമ്പാറ്റയിലെയും ബാലരമയിലെയും കഥ കട്ടുകൊണ്ടുവരരുത്. സ്വന്തമായിട്ട് വല്ലതും വേണം. ഈ കഥ വേണ്ട, ഇത് ശരിയാവില്ല. വേറെ കഥ, വേറെ എന്റെ സ്വന്തം കഥ. അങ്ങനെ ഭയങ്കര സംഭവം. വലിയൊരു ഗ്രാമം. ഇതും വലുതാ. വലുത്. ചെറുതിന്റെ പരിപാടി ഇല്ല, കിടക്കട്ടെ. വലിയൊരു ഗ്രാമം. ഇതിനകത്ത് ചെറിയൊരു ജില്ല. വലിയൊരു ഗ്രാമത്തിലോ ഇവിടെ ഒരു പഞ്ചായത്തിലൊരു വാർഡ്. ഒരു പഞ്ചായത്തിലൊരു വാർഡ്. ഈ വാർഡിൽ 4 കൂടി ഒരു മുക്കവല. ഇങ്ങനെ പറയണ്ട, 4 കൂടിയാൽ 4 കവല. ഒരു റോഡ് താറിയതില്ല. പണ്ടാരടങ്ങാൻ പോട്ടെ, മുക്കവല. ഈ മുക്കവലയ്ക്ക് അടുത്ത് വലിയൊരു ചെറിയ ചെറ്റക്കുടിൽ. ഇങ്ങനെ പറയില്ല, പിന്നെ ഇങ്ങനെ പറയില്ല. ഭാഷാ പ്രയോഗം ശ്രദ്ധിക്കൂ. വലിയൊരു ചെറിയ ചെറ്റക്കുടിലല്ല, ഒരു ചെറ്റ കുടിൽ. ഒരു ചെറ്റ കുടിൽ. ഈ കഥയുടെ മർമ്മഭാഗം. ഈ ചെറ്റക്കുടിലിൽ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും സുഖമാരി ജീവിക്കുകയാണ്. പ്രായമായവരാ? അല്ല, രണ്ടാമത് +2 പഠിക്കുക. അതല്ല, ഈ അപ്പൂപ്പനും അമ്മൂമ്മയും എന്ന് പറയുമ്പോൾ കഥയിൽ ഒരു വ്യത്യസ്തത. അതുകൊണ്ട് ചോദിച്ചാ, ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും സുഖമായി ജീവിക്കും. അവര് വീണ്ടും സുഖമാരി ജീവിക്കുന്നു. അവര് വീണ്ടും സുഖമായി ജീവിക്കും. അവര് പിന്നെയും സുഖമാരി ജീവിക്കുന്നു. അവര് പിന്നെയും സുഖമായി ജീവിക്കും. എന്നിട്ട് അവര് വീണ്ടും സുഖമാരി ജീവിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ജീവിച്ചാ മതിയോ? പിന്നെ ഇങ്ങനെ ജീവിച്ചാ മതിയോടോ? ഒരു ജീവിക്കുന്ന നിങ്ങൾക്ക് എന്താ നഷ്ടമുണ്ടോ? അതുകൊണ്ടല്ല, കഥയിൽ ഒരു വഴിത്തിരിവ്. വഴിത്തിരിവുണ്ട്. റോട്ട് കൂടി നേരെ ഇങ്ങനെ പോയിട്ട് പെട്ടെന്ന് ഒരു തിരിവാണ്. ഇവിടെ വീട്ടിലേക്കുള്ള തിരിവല്ല, പിന്നെ കഥയിൽ ദുഃഖം വേണം. ദുഃഖം പറയൂ. ഇങ്ങനെ ജീവിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഈ അമ്മൂമ്മ മരിക്കുകയാണ്. ടെമ്പോ പോയി. ഞാൻ ഓട്ടോറിക്ഷയിലാ വന്നത്. അതല്ല, കഥയുടെ ടെമ്പോ. എടോ, ഈ സിനിമ എന്നൊക്കെ പറയുമ്പോ ഇന്നത്തെ പ്രേക്ഷകരധികം ചെറുപ്പക്കാരാണ്. ഈ ചെറുപ്പക്കാര് തിയേറ്ററിലേക്ക് ഇരച്ചു കയറണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ സിനിമയിൽ ഇക്കിളിപ്പെടുത്തുന്ന ഒരു രംഗം വേണം. എന്ത്? ഒരു കുളിസീൻ. കുളിസീനുണ്ട്. ഈ അമ്മൂമ്മ മരിച്ചു കഴിഞ്ഞിട്ട് ബന്ധുക്കളെല്ലാരും കൂടി അമ്മൂമ്മനെ കുളിപ്പിക്കാൻ ഒരു സീനുണ്ട്. ഇതുപോലത്തെ എണ്ണം കെട്ട കഥയായിട്ടാണോ ഇങ്ങോട്ട് വന്നത്? ഇത് മാറ്റി എഴുതാ. ആണോ? മാറ്റി എഴുതണം. ഇങ്ങനത്തെ കഥകളൊന്നും വേണ്ട. നിനക്ക് കഥ അവിടെ നിൽക്കട്ടെ, അതും ശരിയാവില്ല. ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്കൂളൊക്കെ പോയിട്ടുണ്ടോ? ഈ പോയ സമയത്ത് എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് വല്ല കഴിവുണ്ടോ? അങ്ങനത്തെ ഒരു പരിപാടിയില്ല. അങ്ങനത്തെ ഒന്നുമില്ല. വളരെ ഡീസന്റ് ആണ്. എന്ത്? എൻസ് പാൻപരാഗൊക്കെ അല്ലേ? അതല്ല, എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് വല്ല കഴിവുണ്ടോ എന്ന് ചോദിച്ചാൽ വല്ല പാട്ടിനോ ഡാൻസിനോ ഒക്കെ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടോ? അയ്യോ, അതുണ്ട്. എന്തിനാണ്? മിൽക്രി. എന്ത് മിൽക്രി ഇല്ലേ? മനസ്സിലായില്ല. മിൽക്രിന്ന് എന്ത്? സിനിമയിലപ്പോ ജയറാം, ദിലീപ് ഇവരൊക്കെ മിൽക്രിന്ന് വന്നാണല്ലോ. അത് ശരി. അങ്ങനെയൊക്കെ പറയുമ്പോ വ്യക്തമായിട്ട് പറയണം. മിൽക്രി അല്ല, പിന്നെ മിമിക്രി. മനസ്സിലായോ? അക്ഷരസ്ഫുടത. അക്ഷരപുസ്തക ഇല്ല. എന്തില്ല? അക്ഷരപുസ്തക. അതില്ലെങ്കിലും വേണ്ട. ശരി, മിമിക്രിയിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? പ്രകൃതിയിലെ ശബ്ദങ്ങളാണോ അല്ലെങ്കിൽ സിനിമാ നടന്മാരാണോ? എന്താണ് നിങ്ങളുടെ? നടന്മാരാണ് മെയിൻ. നടന്മാരുടെ ശബ്ദം അനുകരിക്കും. ഏതൊക്കെ നടന്മാർ അനുകരിക്കും? ആദ്യമായി അവതരിപ്പിക്കുന്നത് ഗോപി. നിന്റെ കാര്യം ഗോപി അതല്ല, പിന്നെ നമ്മളെ ഗോപി ഇല്ലേ? ഏത് ഗോപി? മറ്റേ മനസ്സിലായില്ല. സുരേഷ് ഗോപി. ഓക്കെ, മലയാളത്തിന്റെ ആക്ഷൻ ഹീറോ സുരേഷ് ഗോപിയെ നന്നായിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ എന്റെ അടുത്ത സിനിമയിൽ നിങ്ങൾ തന്നെ നായകൻ. സംശയമില്ല. റെഡി? ആസ്പെൻ. അത് വേണ്ടേ? എന്ത്? ആസ്പെൻ വേണ്ടേ? എന്താ അത്? അവിടെ പോയിട്ട് ആക്ഷൻ. ഓക്കെ, സുരേഷ് ഗോപി. പുല്ലേ. എന്താണോ? പെട്ടെന്ന് കോച്ച് പിടിച്ചു പോയി. ഡയലോഗ് പറയൂ. പുല്ലേ, എന്റെ അപ്പച്ചനെ കുത്തിമറത്തിയത് ഏത് മോനായാലും അവനെ കൊല്ലും ചാക്കോച്ചി. വെള്ളം മോന്തും ചാക്കോച്ചി. കുക്കു കുക്കു തീവണ്ടി, കൽക്കത്തിന്നും തീവണ്ടി, പൂജിപ്പായും തീവണ്ടി. ഇതെന്താ? നമ്മളെ നാട്ടിൽ ഇങ്ങനെ അവസ്മാരം ഇളകി കഴിഞ്ഞാൽ താക്കോലെടുത്ത് കൈ കൊടുക്കും. അങ്ങനെയാണ്. സുരേഷ് ഗോപിന്റെ കയ്യിൽ എത്ര താക്കോല് വേണം? മിണ്ടരുത് നീ. സുരേഷ് ഗോപിയുടെ കയ്യിൽ താക്കോലോ? തീരെ ശരിയായിട്ടില്ല. അടുത്തതായി മോഹനൻ. ആര്? മോഹനൻ. അങ്ങനെ ഒരു നടനുണ്ടോ? നരസിംഹത്തിലില്ലേ? മോഹൻലാൽ. മോഹൻലാലിനെ അടിപൊളിയാ. സത്യം. ഫിഗറുണ്ട്. ഓക്കെ, മലയാളത്തിന്റെ സൂപ്പർ താരം മോഹൻലാൽ. ഇതാണ് എപ്പോഴും പ്രശ്നം. എന്താണോ? അതല്ല, മോഹൻലാൽ ഏത് ഭാഗത്തെ ചെരിവ്? ചെരിച്ചു വെച്ചോണ്ട് അന്നപ്പം മുതൽ തുടങ്ങിയ സംശയം, ഒടുക്കത്തെ സംശയം. മോഹൻലാൽ കാണണ്ട മോഹൻ. സംഗീതം പഠിക്കണമെന്ന മോഹമായി ചെന്ന് കയറിയത് ഒരു സിംഹത്തിന്റെ മടയിലായിരുന്നു. ഉസ്താദ് അലവലാത്തി ഖാൻ ആവശ്യം അറിയിച്ചപ്പോ ദക്ഷിണ വെക്കാൻ പറഞ്ഞു. നിന്റെ പോക്കറ്റിൽ 10 പൈസ ഇല്ലാന്ന് ഞാനൊന്ന്. നിന്റെ കാര്യത്തിനും പറയാനല്ലോ, മോഹൻലാലിന്റെ ഡയലോഗ് പറ. ഒടുവിൽ ഗുരുവിന്റെ വായിൽ ഒരു പിടി പൂയിമണ്ണ് വാരിയിട്ടേ യാത്ര തുടർന്നു.
सपनों की जिंदगी कृदम कृदम जाती ആർക്ക് ഗർഭം? सपनों की जिंदगी कृदम कृदम जाती കുർദം കുർദം ജാതി എന്നല്ല. കുറെ നേരമായി മനുഷ്യനെ മെനക്കെടുത്താൻ തുടങ്ങിയിട്ട്. ഇവിടെ വളരെ തിരക്ക് പിടിച്ച ഒരു ഡയറക്ടറാണ് ഞാൻ. എന്റെ സമയം വെറുതെ മെനക്കെടുത്തില്ല. അവസാനമായിട്ട് ഒരൊറ്റ ചാൻസ് കൂടി തരാം. നന്നായിട്ട് അവതരിപ്പിക്കണം. നിനക്ക് ഏറ്റവും വിശ്വാസമുള്ള, നിനക്ക് ഏറ്റവും ഭംഗിയിൽ അവതരിപ്പിക്കാൻ പറ്റിയ ഒരു നടന്റെ പേര് പറയൂ. അത് കിട്ടിയിരുന്നെങ്കിൽ ഇതാക്കാമായിരുന്നു. അങ്ങനെ വരട്ടെ. നിന്റെ ഈ വസ്ത്രധാരണ രീതി കണ്ടപ്പോൾ തന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസമായ നടനാണ് ജയൻ. വെറുതെ പറയിപ്പിക്കരുത്. ഞാൻ ജയന്റെ ആധാരതനാണല്ലോ. ജയന്റെ ആധാരതൻ? എടാ, അത് പറയേണ്ടത് അങ്ങനെയല്ല. നീ ജയന്റെ ആധാരതൻ എന്ന് പറയരുത്. തെറ്റായ വാക്കുകൾ ഉച്ചരിക്കരുത്. നീ ജയന്റെ ആധാരം എഴുത്തുകാരനാണ്. തെറ്റിപ്പോയി. ഇത് അവസാനത്തെ ചാൻസ്. അവസാനത്തെ ചാൻസ്. ജയൻ ഇത് കലക്കും, യാതൊരു സംശയമില്ല. അടിപൊളി. ആക്ഷൻ കണ്ടാൽ തന്നെ ഇതാ കോരി തരിക്കുന്ന എനിക്ക്. അടിപൊളി. ആക്ഷൻ അടിപൊളി. 100 മാർക്ക്. വരട്ടെ. ഡയലോഗ് പറയൂ. ഡയലോഗ് പറയൂ. എടാ ജയന്റെ ഡയലോഗ് പറയടാ. എടാ ജയന്റെ ഡയലോഗ് പറയാൻ. ഒന്നുകിൽ ആക്ഷൻ അല്ലെങ്കിൽ ഡയലോഗ്, രണ്ടും കൂടി പറ്റത്തില്ല സാറേ.